ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷീല രാജേന്ദ്രൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നീർക്കാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ മകൾ, ഇത് മൂത്ത മകൾ. രണ്ടുപേരുടെയും ഒരു നിയോഗം വെച്ചിരുന്നു. അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിലുപരിയായി എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് തോന്നിക്കുന്നത് എൻ്റെ 2 രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. 42 വർഷമായി എനിക്ക് തലവേദനയായിരുന്നു. തലവേദനയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റടിക്കത്തില്ല, വെയിൽ കൊള്ളത്തില്ല, വിശന്നിരിക്കത്തില്ല, തലയിൽ ചീപ്പ് കൊണ്ട് ചീകത്ത് പോലും ഇല്ലായിരുന്നു. അതുപോലത്തെ വേദനയായിരുന്നു. തലയൊക്കെ ഇങ്ങനെ തോർത്ത് കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടിയാണ് ഞാൻ വീട്ടിലെ പണിയൊക്കെ ചെയ്തിരുന്നത്. ആ സമയത്ത് എൻ്റെ നാത്തൂന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മൂത്ത നാത്തൂന്, രണ്ടാമത്തെ നാത്തൂന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഈ തൈലം പിന്നെ പരട്ടുമായിരുന്നു. ആ സമയത്ത് വേദനയ്ക്ക് ശമനം വന്നതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോയതിൽ പിന്നെ ആ വേദന എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 42 വർഷമായിട്ടുള്ള തലവേദനയാണെന്ന് എല്ലാവരും ഓർക്കണം. അതൊരു ഭയങ്കര ഒരു രോഗസൗഖ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ അടുക്കളയിലൊന്നും നിന്ന് പണിയാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാലേ വേരിക്കോസ് വെയിൻ്റെ വേദന. കാലയിൽ 5 മിനിറ്റ് നിന്നാൽ അന്നേരം കാലം പോലെ നീര് വരും. നീര് വന്നാൽ കാലിങ്ങനെ പിന്നെ അരമണിക്കൂറോളം ഇങ്ങനെ കാല് പൊക്കി വെച്ച് നിൽക്കണം, എവിടെയെങ്കിലും കിടക്കണം, അങ്ങനെ പറ്റുള്ളായിരുന്നു. പക്ഷേ ഞാൻ എന്തൊക്കെ നിയോഗം വെച്ചാലും ദൈവത്തിനറിയാം ആദ്യം എന്താണ് നിനക്ക് സാധിച്ചു തരേണ്ടത്. അപ്പം അതാദ്യം അമ്മ എനിക്ക് സാധിച്ചു തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി. അതുപോലെ തന്നെ ഇതെൻ്റെ മൂത്ത മകളാണ്. മൂത്ത മകൾ എപ്പോഴും ഫോണിന് അഡിക്റ്റായിരുന്നു. അവളെപ്പോഴും കോളേജിൽ പഠിക്കുന്ന കൊച്ചാണ്. പക്ഷേ കോളേജ് വിട്ട് വന്ന ഉടനെ മുറിക്കകത്ത് കയറി എപ്പോഴും ഈ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോൺ എപ്പോഴും ഇങ്ങനെ ഈ ലോക്ക് ഇട്ട് വെക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എപ്പോഴും പെരയ്ക്കത് ആഹാരം കഴിക്കാൻ ഇറങ്ങി വരും. എപ്പോഴും എല്ലാവരോടും ദേഷ്യം, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഈ സ്വഭാവ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു. ഏതായാലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അവിടെ ആ തെറ്റുകളെല്ലാം അമ്മ പുറത്തെങ്കിൽ എനിക്കൊരടയാളം കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവിനെ എഴുന്നള്ളിക്കാനുള്ള ഒരു ഭാഗ്യം അവൾക്ക് കൊടുത്തു. അതോടുകൂടി അവിടെയെല്ലാം സ്വഭാവത്തിനും മാറ്റം വന്നു. അവളിപ്പോൾ ഒരു നല്ല മകളായി എനിക്ക് കിട്ടി. ഇതെൻ്റെ രണ്ടാമത്തെ മകൾ ഐശ്വര്യ. അവൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരുവിധം പഠിക്കുന്ന കുഞ്ഞായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് വന്നപ്പം അവൾക്ക് കമ്പ്യൂട്ടർ ചെയ്ത് അവസാനം സേവ് ആക്കിയില്ല. അതുപോലെ തന്നെ പലതിനും ഭയങ്കര സംശയങ്ങൾ എപ്പോഴും. അതുപോലെ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയും, ഭർത്താവിൻ്റെ കൂട്ടുകാരൊക്കെ പറയും, 10ാം ക്ലാസ്സിലല്ലേ അപ്പോൾ ഫുൾ A+ മേടിച്ചോണം കേട്ടോ, ഫുൾ A+ മേടിച്ചോണം എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഈ ഫുൾ A+ മേടിച്ചില്ലെങ്കിൽ എന്തോ വലിയൊരു കുറ്റമായിട്ട് പോലെ ഇവിടെ മനസ്സിലങ്ങ് തോന്നി. എപ്പോഴും സങ്കടം, കരഞ്ഞ് എപ്പോഴും പരീക്ഷയ്ക്ക് പോയിട്ട് തെറ്റ് വന്ന അന്നേരം പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ഇതിന് തല പൊണ്ണാക്കിയിരിക്കും. മാനസികമായി ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഇരുന്ന് ഞാനതൊരു ഫുൾ A+ കിട്ടണമെന്നൊരു അത്യാഗ്രഹമല്ല, പക്ഷേ അവിടെ മാനസിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഞാനത് നിയോഗം വെച്ചിരുന്നു. അതും സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ വീട്ടിൽ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിന് എൻ്റെ കമ്മൽ കാണാതെ പോയി. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നതാണ്. ഞങ്ങളുടെ പെരയ്ക്കകത്ത് അരപ്പൊക്കം വെള്ളം വരും. അപ്പം ഞങ്ങൾ 12 ദിവസത്തോളം ഞങ്ങൾ ക്യാമ്പിലാണ് പോയി താമസിക്കുന്നത്. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വന്ന് വീടെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പം എൻ്റെ കമ്മൽ കണ്ടില്ല, കമ്മലിൻ്റെ പിരി കണ്ടില്ല. കമ്മൽ കിട്ടി, ബാത്റൂമിൽ കിടന്ന് കമ്മൽ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ സാധനമല്ലേ, അതിന് തപ്പിയാൽ കിട്ടുകയല്ലോ എന്ന് ഓർത്ത് ഞങ്ങളത് പിന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരുന്ന് ഈ 2023 കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ വീട്ടിൽ വെള്ളം അകത്ത് കയറിയില്ല. പക്ഷേ ഞങ്ങൾ കയറുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലാണ് പോയി കിടന്നത്. അവിടെ കിടന്നു കഴിഞ്ഞ് വീട്ടിൽ 2-3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. അതിന് ചോറ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പം പെരയ്ക്കകം എല്ലാം തൂത്ത് തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് ഫാനൊക്കെ ഇട്ട് ഉണക്കിയിട്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈബ്രറിയിലോട്ട് തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പം ആരോ എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ആ കമ്മലിൻ്റെ പിരി അവിടെ കിടക്കുന്നു. അപ്പം ഞാനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. പിള്ളേർ 2 പേരും ചേച്ചിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട്
അപ്പം ഞാൻ ഓർത്തിനി അവരുടെ ആരുടെയും കമ്മലിൻ്റെ പിരി പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ എല്ലാം കമ്മലിൻ്റെ പുറകിൽ പിരിയുണ്ട്, അവരുടെ ഒന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കമ്മലിൻ്റെ തന്നെയാണെന്ന്. അതൊരു ഭയങ്കര അത്ഭുതമാണ്. അത് മാതാവല്ലാതെ വേറെ ആരും എനിക്ക് തപ്പിയെടുത്ത് കൊണ്ട് തരാനില്ല. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് എനിക്കിതിൽ കൂടുതലും ആത്മീയമായ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഒത്തിരി ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ജപമാല പുസ്തകത്തിൻ്റെ പുറകിൽ ഈ കാർമേഘത്തിൻ്റെ പടമില്ലേ, ആ പടം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അത് കഴിഞ്ഞാണ് ഞാനിവിടെ വരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കൃപാസനം എന്നൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ മകളുടെ വായിൽ നിന്നാണ്. അന്ന് എൻ്റെ ചേച്ചി ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പോയ ആളാണ്. അപ്പം ചേച്ചി എവിടെയോ വരുന്നുണ്ടെന്നറിയാം, പക്ഷേ എവിടെയാണെന്നറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 8-9 പേരുണ്ടായിരുന്നു. ആകെ ഒരാളുടെ ചെറിയ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളെന്നോട് പറഞ്ഞു, അമ്മ പോയി ശോഭാമ്മ പോകുന്ന പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അവിടെ പോകാത്ത കുഴപ്പമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചു. ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. രാത്രിയിലെല്ലാം ഞാൻ ഓരോ കാര്യം മറന്നു പോകുമ്പോഴും അതെന്നെ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ ഈ സ്വപ്നത്തിൽ രാത്രിയിലെല്ലാം ചെവിയിൽ ഇങ്ങനെ ഫിലിപ്പിയർ 2:8 എബ്രായർ 12, ഫിലിപ്പിയർ 2:8 എബ്രായർ 12 എന്ന് പറഞ്ഞിങ്ങനെ 2 ചെവിയിലും മാറി മാറി പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുനിന്ന് എൻ്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെ ആ 2:8 എന്നുള്ളതിൻ്റെ അവസാനം ദൈവം അവനെ അത്യധികം ഉയർത്തി എന്ന് കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുടുംബത്തെ ഉയർത്തും. എനിക്കതൊരു വലിയ ആശ്വാസമായി. അത് കഴിഞ്ഞ് എബ്രായർ 12 വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഞാൻ ഓടാൻ എന്നൊക്കെയുള്ള വചനം കിട്ടി. അതൊത്തിരി ആശ്വാസമാണ്. അതുപോലെ തന്നെ നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്നൊക്കെ വചനം എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അതും അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എനിക്കതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയെടുത്തു. അതായത് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുറവ് എന്താണെന്ന്. അത് കഴിഞ്ഞ് അതും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ വചനങ്ങളും ബൈബിളിൻ്റെ വചനം അനുസരിച്ച് മാത്രം ജീവിക്കാൻ, ഇനി ജീവിത അവസാനം വരെ ഓരോ കാര്യങ്ങളും അണുവിട തെറ്റാതെ അതിലൂടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ബൈബിളിൻ്റെ വചനം ഒരുപാട് എനിക്ക് കാണാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ വചനം അച്ഛൻ്റെ ധ്യാനവുമാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. അവിടെ ചോറ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഞാനും എൻ്റെ മൂത്ത മകളും കൂടെ അവിടെ പോയി അവിടെ രോഗികളെ കുളിപ്പിക്കാനും ഒക്കെ പോകാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിലെ ചോറ് പൊതിഞ്ഞ് കെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ പത്രപാത്രം കൊടുക്കുമ്പം ഒരു മാസം 2-3 പ്രാവശ്യം ചിലപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കൊണ്ട് പോകും. പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ അത് ഞാൻ ഈ ബസ്സിനകത്താണ് കയറി കൊടുക്കുന്നത്. ബസ്സിനകത്ത് കയറി ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രി ഞാൻ കൊടുക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ ആശുപത്രിയിൽ കൊടുത്തപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അതവർ വായിച്ചിട്ട് അവിടെ തന്നെ ഇട്ടേച്ച് പോകും. അതുപോലെ നിങ്ങൾ ഓർക്കണം, ഈ പത്രം ആശുപത്രിയിൽ ആരും കൊടുക്കരുത്. അവർ വായിച്ചാൽ അവിടെ അത് ഇട്ടേച്ച് പോവുകയുള്ളൂ. അതവർ പൊതിയാനും ചോറ് പൊതിയാനും അവരുടെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം പൊതിയാനായിട്ട് എടുക്കുന്ന ഞാൻ എൻ്റെ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ അവരോട് പറയും, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇതിൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവരോട്. അതുപോലെ തന്നെ ബാഗോ ചെറിയ കൂടോ ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കാറില്ല. അത് കൊടുത്ത് എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആ കൂടിനകത്ത് ഇടിയിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുള്ളൂ. അല്ലാതെ വേറെ ആരോടും ഞാൻ പറയാറില്ല. ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇവിടെ 3-4 പേരെ മാത്രമേ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ.
ആ കൊണ്ടുവന്ന ചേച്ചിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ചേച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അപ്പം പറഞ്ഞു അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി മതിയാകുകയില്ല. ഈ